പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരകവിഞ്ഞൊഴുകുന്ന പുഴകളും പച്ചപ്പും ചരിത്ര സ്മാരകങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ കേരളം. ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ കോട്ട എന്ന നിലയിലാണ് ബേക്കൽ കോട്ട പ്രസിദ്ധമാകുന്നത്. 1650 കേളടിയിലെ ശിവപ്പ നായക ബേക്കലിൽ പണി കഴിപ്പിച്ച മധ്യകാല കോട്ടയാണ് ബേക്കൽ കോട്ട. കാസർഗോഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ചരിത്ര നിർമ്മിതി ഇന്ന് ജില്ലയുടെ തന്നെ മേൽവിലാസമായി നിലകൊള്ളുന്നു. കോട്ടയുടെ ആകൃതി താക്കോൽ ദ്വാരത്തിന് സമാനമാണ്. 12 മീറ്റർ ഉയരത്തിലാണ് മതിലുകൾ പണിതിട്ടുള്ളത്. കടൽനിരപ്പിൽ നിന്നും ഏതാണ്ട് 300 അടി ഉയരത്തിലുള്ള ഒരു കുന്നിൻ മുകളിലാണ് കോട്ടയുള്ളത്. പൂർണ്ണമായും ചെങ്കല്ല് കൊണ്ടാണ് കോട്ടയുടെ നിർമ്മാണം. ഏതാണ്ട് 40 ഏക്കറിലായി പരന്നു കിടക്കുന്ന മനോഹരവും അത്ഭുതകരവുമായ ഒരു നിർമ്മിതിയാണിത്. വൈദേശികമായ സാങ്കേതികതയോ ശില്പവിദ്യയോ കാര്യമായി ഉപയോഗിക്കാതെ തദ്ദേശീയമായ അറിവിൻ്റെയും കഴിവിൻ്റെയും പിൻബലത്തിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന പ്രത്യേകതയും ബേക്കൽ കോട്ടയ്ക്കുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയും കൂടിയാണിത്. കേരളത്തിലെ പല കോട്ടകളും കടൽ തീരത്തോട് തൊട്ടാണ് കിടക്കുന്നത്. ഉദാഹരണം കണ്ണൂർ കോട്ട, തലശ്ശേരി കോട്ട. അതേസമയം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ബേക്കൽ കോട്ടയുടെ നിർമ്മാണം. ബേക്കൽ കോട്ടയുടെ പടിഞ്ഞാറുള്ള 2 ഭാഗവും അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരന്തരമായി അലച്ചെത്തുന്ന തിരമാലകളുടെ തലോടൽ ഏറ്റുവാങ്ങിയാണ് കോട്ടയുടെ കിടപ്പ്. കോട്ടയുടെ ഉയർന്ന കടൽഭിത്തി മുകളിൽ നിൽക്കുമ്പോൾ സൂക്ഷ്മമായി ചെവിയോർത്താൽ കോട്ടയുടെ കീഴെ ഒന്നിനു പിറകെ ഒന്നായി അലച്ചെത്തി തകർന്ന് പൊട്ടിച്ചിതറുന്ന തിരമാലകളുടെ ചിലമ്പിച്ച ശബ്ദം നൂറ്റാണ്ടുകൾക്കപ്പുറം അവിടെ പടവെട്ടി മരിച്ച അനേകമനേകം യോദ്ധാക്കളുടെ ദീനവിലാപം പോലെ അനുഭവപ്പെടും. നിങ്ങൾ കറുത്ത കടലിൻ്റെ വശ്യതയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ? ക്രുദ്ധമായ ഹൃദയത്തിൻ്റെ കനൽഭിത്തികളിൽ കരമമർത്തി കാതോർത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു വേള ഇറങ്ങിച്ചെല്ലുക, കാതോർക്കുക. ശുഭ്രവർണ്ണത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും നൈതികമായ സത്യത്തിലേക്ക് ആനയിക്കുന്ന ഉൾക്കാഴ്ചയുടെ വർണ്ണരാജികൾ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. ഇത്തരത്തിൽ വശ്യമായ ഒരു കടൽ കാഴ്ചയാണ് ബേക്കൽ കോട്ടയിൽ നിന്ന് നമുക്ക് സാധ്യമാവുക. രാജഭരണകാലത്ത് യുദ്ധങ്ങളും അതിലേറെ ഒളിപ്പോരുകളും നടത്തി വന്നിരുന്ന ഒരു കേന്ദ്രം കൂടിയായിരുന്നു ബേക്കൽ കോട്ട. നടന്നു നീങ്ങുന്ന ഓരോ വഴികളിലും അതിൻ്റെ ഓരോ തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പീരങ്കികൾ മറച്ചു വയ്ക്കുന്ന ദ്വാരങ്ങളും ഓരോ യോദ്ധാക്കളും മറഞ്ഞു നിൽക്കുന്ന ദ്വാരങ്ങളും എല്ലാം. രാജഭരണകാലത്ത് ഒരുപാട് യോദ്ധാക്കളുടെ യുദ്ധമുറകൾക്കും ഒളിപ്പോരുകൾക്കും സാക്ഷിയായി ഈ ബേക്കൽ കോട്ട. പിന്നീട് കുറേ കാലം ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കീഴിലായിരുന്നു കോട്ട. ഓരോ ഭരണകർത്താക്കന്മാരും അവരുടേതായ മാറ്റങ്ങൾ കോട്ടയ്ക്ക് വരുത്തിയെങ്കിലും ഇന്ന് വലിയ പീരങ്കികൾ ഘടിപ്പിച്ചിരുന്ന നിരീക്ഷണ ഗോപുരങ്ങളും പടവുകളോട് കൂടിയ ജലസംഭരണിയും തെക്കുഭാഗത്തേക്ക് തുറക്കുന്ന തുരങ്കവുമാണ് കോട്ടയിൽ ഇപ്പോഴും ശേഷിക്കുന്ന വിസ്മയകരമായ നിർമ്മിതികൾ. കാഴ്ചയിലെ പ്രൗഢിക്കൊപ്പം മാറി മാറി വന്ന ഓരോ അധികാരികളും ഒരുക്കിയ പ്രതിരോധ സൗകര്യങ്ങൾ കൂടിയാണ് കോട്ടയെ കാലാകാലങ്ങളിൽ ആകർഷണ കേന്ദ്രമായി നിലനിർത്തിയത്. കോട്ടയ്ക്ക് സമീപം ഒരു ഹനുമാൻ ക്ഷേത്രവും ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതെന്ന് കരുതുന്ന ഒരു പള്ളിയുമുണ്ട്. കോട്ടയിൽ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ ബേക്കൽ കടൽത്തീരത്തേക്ക്. ഇതിനോടകം വിവിധ സിനിമകൾക്കും വിവാഹ പരസ്യ ചിത്രീകരണങ്ങൾക്കും പശ്ചാത്തല ഭംഗി പകർന്നു കഴിഞ്ഞു ബേക്കൽ കോട്ടയും കടൽത്തീരവും. ജില്ലയിൽ അവശേഷിക്കുന്ന പുരാതന കോട്ടയിൽ ഏറ്റവും വലുതും ഉചിതമായി സംരക്ഷിക്കപ്പെടുന്നതുമായ ബേക്കൽ കോട്ടയുടെ സംരക്ഷണ ചുമതല കേന്ദ്ര പുരാവസ്തു വകുപ്പിനാണ്. വീഡിയോയുടെ കൂടെ കുറച്ച് ഫോട്ടോസും കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കാണുന്നതിനോളം ഭംഗി കേൾവിക്കുണ്ടാവില്ല എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ കാഴ്ചകൾ കണ്ടു തന്നെ ആസ്വദിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു.